ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബംഗാളിലെത്തി ബംഗാളിലെ ഇലക്ഷൻ പ്രചരണത്തിന് കൊടുത്ത ഒരു വാക്ക്, സുവേന്ദു അധികാരി ഇലക്ഷൻ പ്രചരണത്തിന് കൊടുത്ത വാക്ക്, അമിത്ഷാ കൊടുത്ത വാക്ക്, ഈ വാക്ക് ഇപ്പോൾ അവർ പാലിക്കാൻ പോവുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം 2021 TMC ബംഗാളിൽ വിജയിച്ചു കയറിയപ്പോൾ ബംഗാളിൽ ചില്ലറയൊന്നുമല്ല കലാപകാരികൾ നടത്തിയത്. കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇങ്ങ് കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വിളിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ബംഗാളിലെ കലാപം റിപ്പോർട്ട് ചെയ്യുന്നില്ല, അവിടെയുള്ള ഹിന്ദുക്കൾ മരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, ഹിന്ദുക്കൾ പലായനം ചെയ്യുന്നത് കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കത് കൊടുക്കാൻ സൗകര്യമില്ല, ബംഗാൾ ഇവിടെയല്ല പാകിസ്ഥാനിലാണ് എന്ന് പറഞ്ഞ ടീമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴിതാ വലിയൊരു അപ്ഡേറ്റ് അതിനെക്കുറിച്ച് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? നമ്മൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പഴയ ഫയലുകളെല്ലാം തുറക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്ത്രീകൾക്കെതിരെയുള്ള കേസുകൾ, ബലാത്സംഗ കേസുകൾ, പീഡന കേസുകൾ എല്ലാം ഒന്നുമില്ലാതെ തന്നെ തുറന്ന് വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞു. ഇപ്പോഴിതാ ബിഗ് അപ്ഡേറ്റ് ഓൺ 2021 ബംഗാൾ പോസ്റ്റ് പോൾ വയലൻസ് കേസസ് ആഫ്റ്റർ ദ BJP ഗവൺമെന്റ് ടുക്ക് ചാർജ് ഇൻ വെസ്റ്റ് ബംഗാൾ എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. BJP സർക്കാർ വെസ്റ്റ് ബംഗാളിൽ അധികാരമേറിയതിനു ശേഷം 2021 കലാപത്തിന്റെ ആ ഫയലുകൾ വീണ്ടും തുറക്കുകയാണ്. 458 ഫ്രഷ് എൻക്വയറികളാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 458 കേസുകളിൽ പുനരന്വേഷണം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 181 പുതിയ FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 59 ക്ലോസ് ചെയ്ത കേസുകൾ റീഓപ്പൺ ചെയ്ത് വീണ്ടും അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പ്രോസസ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകൾക്ക് നേരെയുള്ള, ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.